ഒരു പനി വന്നു, രോഗമല്ല, അസുഖമാണ്. അതിന് കാരണം തെറ്റായ ഭക്ഷണം കഴിച്ചതായിരിക്കും, അതല്ലെങ്കിൽ വെള്ളം മര്യാദക്ക് കുടിക്കാത്തത് കൊണ്ടായിരിക്കും. അസുഖങ്ങൾ ഉണ്ടാവുകയാണ്. ആ പനി വന്നാൽ പനി വന്നു, ദേഹം വേദന വന്നു, തലവേദന വന്നു, വിശ്രമിച്ചു, പനിയൊന്ന് കൂടി, നന്നായിട്ട് കൂടി, പിന്നെ പതുക്കെ കുറയാൻ തുടങ്ങി. സാധാരണ രീതിയിൽ കൂടി നിൽക്കുന്നൊരു പനിയാണെങ്കിൽ പോലും ഒരാഴ്ച, അതിനപ്പുറം സാധാരണ രീതിയിൽ പോകാറില്ല. അത് തന്നെ കുറഞ്ഞു കുറഞ്ഞു വരും. അതേപോലെ തന്നെ ഒരു ചൊറിച്ചിലും മാന്തലും ഒക്കെ വന്നു, ചൊറിയേണ്ട തരത്തിലുള്ള, ഇപ്പം ചൊറിയൻ ചേമ്പെടുത്ത് കഴിച്ചാൽ ഈ വരുന്ന വ്യാഴാഴ്ച 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫിൻ്റെ ഏകദിന സെമിനാർ നടക്കുകയാണ്. നിത്യയൗവനത്തിൻ്റെ പ്രകൃതി രഹസ്യങ്ങൾ, രോഗങ്ങളേയില്ലാത്ത ജീവിതം, സുന്ദരമായ ജീവിതം, അതിൻ്റെ പ്രകൃതി രീതികളാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾ വരണം, സുഹൃത്തുക്കളെ ബന്ധുക്കളെ കൂട്ടി വരണം. ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ച് ഉച്ചഭക്ഷണം ബുക്ക് ചെയ്യണം. തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ഭക്ഷണശാലയുണ്ട്. വളരെ വിശിഷ്ടമായ വിഭവങ്ങളോടെയാണ് ഉച്ചയൂണ് ഞങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ട് ഊണൊരുക്കാനായിട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം. 9496044514 9496044527 ഈ 2 നമ്പറുകളിൽ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളോടൊപ്പം എത്ര പേരുണ്ടാകും, എത്ര പേർക്ക് ഭക്ഷണം വേണമെന്നുള്ളത് പറയണം. 100 രൂപ മാത്രമാണ് ലഞ്ചിന് ചാർജ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒരവസരമാവട്ടെ. വരണം. ചൊറിയേണ്ട തരത്തിലുള്ള, ഇപ്പം ചൊറിയൻ ചേമ്പെടുത്ത് കഴിച്ചാൽ തൊണ്ട ചൊറിയൂ എന്ന് പറഞ്ഞ പോലെ, ആ ചൊറിയാൻ പറ്റിയത് ചൊറിച്ചിലുണ്ടാക്കുന്നത് അങ്ങനെയായിട്ടുള്ള എന്തോ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതിനെ ശരീരം നിർവീര്യമാക്കി, കരൾ നിർവീര്യമാക്കിയൊക്കെ കഴിയുമ്പോൾ അതങ്ങ് മാറും. ഇതെല്ലാം അസുഖങ്ങളാണ്. ഈ അസുഖങ്ങൾക്ക് അതിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാതെ മരുന്നുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുകയും കാരണങ്ങൾ തുടരുകയും ചെയ്താൽ എന്ത് പറ്റും? അസുഖങ്ങൾ സ്ഥായീഭവിക്കുകയും സ്ഥിരമാകുകയും അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്യും. അല്ലെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിൽ താളപ്പിഴ ഉണ്ടാക്കും. അപ്പം നമ്മൾ തവിടില്ലാത്ത ചോറ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നു. ആ കഴിക്കുന്ന മരുന്നുകൾ, കഴിക്കുന്ന ചോറ് നമ്മുടെ പാൻക്രിയാസിന് കേടുവരുത്തും. പാൻക്രിയാസിന് കേടുവന്ന് കഴിയുമ്പോൾ ഇൻസുലിൻ വേണ്ടത്ര ഉണ്ടാവില്ല. അതോടെ ഷുഗർ കോശങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഷുഗർ രോഗം ഒരു പ്രമേഹം എന്ന രോഗമായിട്ടത് മാറും. തെറ്റായ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും ചായ കാപ്പി പോലുള്ള ബ്രെയിനിന് ടോക്സിക് ആയിട്ടുള്ള, തലച്ചോറിന് വിഷകരമായ പാനീയങ്ങൾ കുടിക്കുന്നത് കൊണ്ടും ദീർഘകാലമാകുമ്പോൾ അതെല്ലാം നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുകളുണ്ടാക്കും, അസുഖങ്ങളുണ്ടാക്കും. ആ അസുഖങ്ങൾ കാരണം നിർത്തിയാൽ തന്നെ മാറിപ്പോയിക്കോളും. പക്ഷെ നമ്മൾ കാരണം നിർത്തില്ല. ആ അസുഖങ്ങളുടെ പേരിൽ വേണ്ടാത്ത കെമിക്കലുകൾ എടുത്ത് കഴിക്കും. രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് പിന്നെ അവയവങ്ങൾ കേടാവുകയാണ്, അവയവങ്ങൾ നശിക്കുകയാണ്, ശരീരം മൊത്തം പ്രതിരോധശേഷി തകരുകയാണ്, ക്യാൻസർ ഉണ്ടാവുകയാണ്. അപ്പോൾ അസുഖങ്ങളുണ്ടാവാതെ സുഖത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കുക എന്നുള്ളതാണ് പ്രകൃതി ഉത്സവം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സുഖം തകരാൻ ഇടകൊടുക്കരുത്. നമ്മുടെ സുഖത്തെ പെട്ടെന്ന് വെറുതെ കൂട്ടിത്തരുന്ന വിഷവസ്തുക്കൾ മാത്രമാണ് അത് ചെയ്യുക. നിങ്ങൾ കരിക്കും വെള്ളം കഴിച്ചു, ഭയങ്കര ഉന്മേഷം തോന്നുമോ? കരിമ്പിൻ്റെ നീര് കുടിച്ചു, ഭയങ്കരമായിട്ട് ഒന്നുമില്ല. ചായ കുടിച്ചു, ചാരായം കുടിച്ചു, കോള കുടിച്ചു, എനർജി ഡ്രിങ്ക് കുടിച്ചു, ഭയങ്കരമായിട്ട് എനർജി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കയറി നുരച്ച് പൊന്തി വരുന്നത് അനുഭവിക്കാൻ സാധിക്കും. ഇതെല്ലാം വിഷസ്വാധീനങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ.
വയറ് നിറച്ച് ചോറ് തിന്നു, എനർജി കൂടുമോ? ആ പായൊന്ന് തരാമോ? ഒന്ന് കിടക്കണം, ക്ഷീണിച്ചിട്ട് വയ്യ, ഉറക്കം വരിക. നല്ല സാധനമാണ് ശരീരത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുള്ളത്, പേടിക്കാനൊന്നുമില്ല. ഒന്ന് വിശ്രമിച്ചാലേ ഞാൻ ആ ഈ പുറത്ത് നടക്കുന്ന എനർജിയൊക്കെ എടുത്ത് ആ എനർജിയും കൂടി കൂട്ടി തന്നെ ദഹിപ്പിച്ചോളാം. എണീക്കുമ്പോൾ നല്ല ഉന്മേഷം കിട്ടും. അയ്യോ കിടന്നുറങ്ങല്ലേ, ചാരായം കയറി, ഈ വിഷം എങ്ങനെയെങ്കിലും കളയണം, എല്ലാ അവയവത്തോടും എണീക്ക്, ചായ കയറിയിട്ടുണ്ട്, വിഷമാണ്, തട്ടി എണീപ്പിച്ചിട്ട് അതിനെ വിഷമുള്ള നേരത്തെ വിസർജിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ അത് വിശ്രമിക്കാൻ പറ്റുമോ ശരീരത്തിന്? പക്ഷേ നമുക്ക് എല്ലാ അവയവങ്ങളും കൂടി ചാടി എണീക്കുമ്പോൾ ഒരു ഉന്മേഷം തോന്നും. നമ്മുടെ വിചാരം ചായ ശക്തി തന്നതാണെന്നാണ്. മന്ദബുദ്ധി. ഏതോ ഒരു സിനിമയിൽ പറയില്ലേ, ഇവന് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ചായ കുടിച്ചാൽ ഉന്മേഷം കിട്ടുമെന്ന്, ചാരായം കുടിച്ചാൽ ഉന്മേഷം കിട്ടുമെന്നൊക്കെ കരുതുന്നവന് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു. അപ്പോൾ അസുഖങ്ങൾ എന്താണെന്നറിയണം, രോഗം എന്താണെന്നറിയണം, അതിനും അപ്പുറത്ത് അവയവനാശം എന്താണെന്നറിയണം. മൊത്തം ശരീരത്തിൻ്റെയും കോർഡിനേഷൻ, കൺട്രോള് പോയി. ശരീരത്തെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ജീവതലത്തിൽ തകരാറ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് മരുന്നുകളാണ്.